അദാനിയുടെ പിറക്കാതെ പോയ മകനാണ് പി കെ ഫിറോസ് എന്ന കെ ടി ജലീൽ. ആരാന്റെ ഊരയിൽ കൂര കെട്ടി താമസിക്കുന്നയാളാണ് ഫിറോസ് എന്ന പരിഹാസം. 5 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ ഫിറോസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വിടുമെന്നും കെ ടി ജലീൽ പറഞ്ഞു. വേറൊരാളുടെ പണത്തുമ്മലോ അവരുടെ ഊരമ്പലോ കൂര കെട്ടി താമസിക്കാൻ ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അദാനിയുടെ പറക്കാതെ പോയ മകൻ കോഴിക്കോട്ടാണെന്ന് പറയുന്നതിൽ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അഭിമാനിക്കാം. ഇത്രയും ഭയങ്കര എന്താ പറയുക, അത്രയും ഗംഭീരനായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ. ആരാൻ്റെ ഊരമ്മ കൂര കെട്ടി താമസിക്കാൻ ആർക്കാ വയ്യാത്തത്? അരുൺ അമൃതാജ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, അപ്പോൾ വെടിനിർത്തലിന് ഇല്ല കെ ടി ജലീൽ, കൂടുതൽ രൂക്ഷതയോടുകൂടി മൂർച്ചയുള്ള ശരങ്ങൾ എയ്യുവാൻ പോകുന്നു. പി കെ ഫിറോസിന് 5 മണിയോടുകൂടി അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു മുഖവുര, ഇന്നലെ ഒരു ഉള്ളടക്കം അദ്ദേഹം സൂചകമായി നൽകുകയും ചെയ്തിരുന്നു കെ ടി ജലീൽ. എന്താണ് ഇനി 5 മണിക്ക് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത് എന്താണ് അരുൺ? പ്രജീഷ്, അതായത് ഒരു ഭാഗത്ത് ഫിറോസ് ജലീലിനെ പ്രതിരോധിക്കാനായി ഒരു പ്രത്യാക്രമണം നടത്തുകയാണ്, ആരോപണങ്ങളുമായി നേരിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ജലീൽ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ പി കെ ഫിറോസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖലയിലെ തിരൂർ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ഉയർന്നതിൽ വിശദീകരണം നടത്താൻ, ജലീലിനെതിരെ കൂടുതൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഈ ഒരു മേഖലയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജലീലിൻ്റെ കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ജലീൽ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, അതായത് പി കെ ഫിറോസിനെതിരെ ഇനിയും കൂടുതൽ തെളിവുകൾ പറയാനുണ്ട്, തെളിവുകൾ പുറത്തുവിടാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പി കെ ഫിറോസിലേക്ക് നമുക്ക് പോകാമെന്ന് കരുതുന്നു. പി കെ ഫിറോസ് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പരസ്പര ആരോപണങ്ങളിലേക്ക് പോകുമ്പോൾ കെ ടി ജലീൽ പി കെ ഫിറോസിനെതിരെ കടത്തിപ്പോൾ ഫിറോസ് സംസാരിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദാനിക്ക് പിറക്കാതെ പോയ മകനാണ് ഫിറോസ് എന്നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. 5 മണിയോടുകൂടി കൂടുതൽ പൊട്ടിക്കും, കൂടുതൽ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ പുറത്തേക്ക് വിടുമെന്നാണ് കെ ടി ജലീൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം വിദേശത്തെ കമ്പനിയിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭ്യമായിരുന്നില്ല. അതൊക്കെ ആയുധമാക്കിക്കൊണ്ടാണ് കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കും. ഇപ്പോൾ പറയാൻ പോകുന്ന സ്ഫോടനാത്മകമായ കാര്യങ്ങളായിരിക്കും. അതിനുള്ള തെളിവുകൾ പുറത്തേക്ക് വിടും. വിദേശത്തെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ, അതിലെന്താണ് പി കെ ഫിറോസ് മറച്ചു വയ്ക്കുന്നത്, ഉത്തരവില്ലാത്തത് എന്തുകൊണ്ട്, തിരഞ്ഞെടുപ്പ് വേളയിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ നൽകിയില്ല, സത്യവാങ്മൂലം നൽകിയില്ല തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഈ സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി കെ ഫിറോസും രംഗത്തേക്ക് വരികയാണ്. പി കെ ഫിറോസ് ഇപ്പോൾ സംസാരിക്കുകയാണ്. ആ ഭാഗത്ത് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ കെ ടി ജലീൽ പറഞ്ഞ ആരോപണത്തിന് കെ ടി ജലീൽ അദാനിയുടെ മകനുമായി ബന്ധപ്പെട്ട് ഉള്ള ഉപമയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ ഉപമയ്ക്കൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം, ആരാൻ്റെ ഊരയിൽ കൂര കെട്ടി താമസിക്കുന്നയാളാണ് ഫിറോസ് എന്നും പരിഹാസവാക്കുകൾ ചൊരിയുകയാണ് കെ ടി ജലീൽ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കെ ടി ജലീൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കെ ടി ജലീൽ വെല്ലുവിളിക്കുമ്പോൾ എന്താണ് പി കെ ഫിറോസിന് പറയാനുള്ളത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 നാൾ മുമ്പാണ് പി കെ ഫിറോസ് മാധ്യമങ്ങളോട് സംസാരിച്ച് തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ക്ലാരിറ്റി വരുത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ക്ലാരിറ്റി ഉണ്ടായില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 5 ലക്ഷം തനിക്ക് കിട്ടുന്നുണ്ട് താൻ പങ്കാളിയായിട്ടുള്ള, അല്ലെങ്കിൽ താൻ ബിസിനസ് നടത്തുന്ന ബിസിനസ് പങ്കാളിയായുള്ള കമ്പനിയിൽ നിന്ന് പറയുമ്പോൾ എന്താണതിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഏകദേശം 1 ഡസനോളം ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ ചോദിച്ചിരുന്നു. NRI സ്റ്റാറ്റസ് ഉണ്ടോ തുടങ്ങി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ പി കെ ഫിറോസ് അവിടെ നിന്നും മടങ്ങി എന്നാണ് തോന്നുന്നത്. ഫിറോസ് പ്രതികരിക്കാൻ തയ്യാറായോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം. അരുൺ അമൃതാഥ് നേരത്തെ പി കെ ഫിറോസിന് വേണ്ടി കാത്തുനിന്നിരുന്നു. അരുൺ, ഫിറോസ് ഇക്കാര്യത്തിൽ മറുപടി ഇപ്പോൾ പറയുന്നില്ല എന്നാണോ? പോയോ അരുൺ? പ്രജീഷ്, അതായത് പി കെ ഫിറോസ് എന്ത് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ്. അതിൽ പി കെ ഫിറോസ് ഇന്നലെ പറഞ്ഞത് സീസൺ 1-ൽ ജലീലിൻ്റെ മന്ത്രിസ്ഥാനമായിരുന്നെങ്കിൽ ഇത് സീസൺ 2 ആരംഭിച്ചിരിക്കുന്നു, അത് MLA സ്ഥാനമായിരിക്കും എന്നാണ് പി കെ ഫിറോസ് പറഞ്ഞു വെച്ചത്. അപ്പോൾ പി കെ ഫിറോസും നേരിട്ട് ഒരു പോരിന് ഇറങ്ങുകയാണ് എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഉള്ള ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.
അപ്പോഴും ജലീൽ ചോദിച്ചു വെച്ച നിരവധിയായ ആരോപണങ്ങളുണ്ട്. അതിൽ വ്യക്തമായ ഒരു മറുപടി PK ഫിറോസിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോഴെന്തായാലും ജലീലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രത്യാക്രമണം ഫിറോസ് നടത്തുകയാണ്. ഒപ്പം തന്നെ തനിക്കെതിരെ ആരോപണങ്ങളിൽ വ്യക്തമായ ഒരു മറുപടി ഉണ്ടോ അതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും 5 മണിക്ക് ഇതിന് മറുപടി പറയാൻ ജലീൽ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. ജലീൽ ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഫിറോസ് ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ ഈ ആരോപണം പോലും താൻ ഭയക്കുന്നില്ല, ആ അന്വേഷണം വന്നാൽ താൻ ഒപ്പിട്ട് നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെ ജലീലും ഒപ്പം തന്നെ പ്രത്യാക്രമണവുമായി ശരി അരുൺ അമൃതാഥ്, ഇനി 5 മണിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. PK ഫിറോസ് ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം രണ്ടുപേരും അങ്ങനെ മൂർച്ചയേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. വൈകിട്ട് 5 മണിക്കൂടി പല കാര്യങ്ങൾ പൊട്ടിക്കും, പുറത്തേക്ക് പറയാനുണ്ട് എന്ന ഉള്ളടക്കം ഇപ്പോൾ KT ജലീൽ നൽകിയിരിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം.